സുഖശാന്തി 1/6/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 21/10/2005 മധുബൻ. സമ്പൂർണവും സമ്പന്നവും ആകുന്നതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് സമയമനുസരിച്ച് ഇപ്പോൾ എവർ റെഡിയാകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ 3 രൂപങ്ങൾ നോക്കുകയാണ്. ഇതുപോലെ ബാബയുടെ വിശേഷ 3 സംബന്ധങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുന്നു. അതേപോലെ കുട്ടികളുടെയും 3 രൂപങ്ങൾ കണ്ട് ഹർഷിതമാവുകയാണ്. തൻ്റെ 3 രൂപങ്ങളും അറിയുന്നുണ്ടല്ലോ. ഈ സമയത്ത് എല്ലാ കുട്ടികളും ബ്രാഹ്മണ രൂപത്തിലാണ്. ബ്രാഹ്മണരുടെ ലാസ്റ്റ് സ്റ്റേജ് ബ്രാഹ്മൺ സോ ഫരിഷ്തയാണ്. പിന്നെ ഫരിഷ്ത തന്നെ ദേവതയാകുന്നു. ഏറ്റവും വിശിഷ്ടം വർത്തമാന ബ്രാഹ്മണ ജീവിതമാണ്. ബ്രാഹ്മണ ജീവിതം അമൂല്യമാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് പ്യൂരിറ്റി. പ്യൂരിറ്റി തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ റിയാലിറ്റി. പ്യൂരിറ്റി തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. പ്യൂരിറ്റി തന്നെയാണ് സുഖശാന്തിയുടെ ജനനി. എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടായിരിക്കുമോ അത്രയും സുഖവും ശാന്തിയും ജീവിതത്തിൽ നാച്ചുറലും നേച്ചറും ആകും. പ്യോർ ആത്മാക്കളുടെ ലക്ഷ്യം ബ്രാഹ്മൺ സോ ദേവത അല്ല, എന്നാൽ ആദ്യം ഫരിസ്ത ആകേണ്ടതുണ്ട്. ഫരിസ്ത സോ ദേവതയാണ്. അപ്പോൾ ബ്രാഹ്മൺ സോ ഫരിസ്ത, ഫരിസ്ത സോ ദേവത. ഈ 3 രൂപങ്ങൾ ബാബ്ദാദ എല്ലാ കുട്ടികളുടേതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും തൻ്റെ 3 രൂപങ്ങൾ മുന്നിൽ വന്നുവോ? ബ്രാഹ്മണൻ ആയി കഴിഞ്ഞു. ഇപ്പോൾ ലക്ഷ്യം ഫരിഷ്ത ആകുന്നതിൻ്റെതാണ്. ഇതാണല്ലോ ലക്ഷ്യം. ഫരിഷ്ത ആവുക തന്നെ വേണം. ചെക്ക് ചെയ്യൂ. ഫരിഷ്ത സ്ഥിതിയുടെ വിശേഷതകൾ ജീവിതത്തിൽ എത്ര കാണപ്പെടുന്നുണ്ട്? ഫരിഷ്ത എന്നാൽ ആർക്കാണോ പഴയ ലോകത്തോടും പഴയ സംസ്കാരത്തോടും ഒരു ബന്ധവുമില്ലാത്തത്. ഫരിഷ്ത എന്നാൽ കേവലം സമസ്യയുടെ സമയത്ത് ഡബിൾ ലൈറ്റ് അല്ല, എന്നാൽ സദാ മനസ്സ വാച സംബന്ധ സമ്പർക്കത്തിൽ ഡബിൾ ലൈറ്റ്. ഭാരരഹിതമായ വസ്തു നല്ലതായി തോന്നുന്നുവോ, അതോ ഭാരമുള്ള വസ്തുവാണോ നല്ലതായി തോന്നുന്നത്? എന്താണ് നല്ലതായി തോന്നുന്നത്? ഭാരരഹിതമായത് ഇഷ്ടമാണല്ലോ. ഫരിഷ്ത എന്നാൽ ആരാണോ സർവരുടെയും, കുറച്ചുപേരുടേതല്ല, സർവരുടേതും പ്രിയപ്പെട്ടതും വേറിട്ടതും ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ മാത്രമല്ല, എത്രത്തോളം പ്രിയപ്പെട്ടവർ അത്രയും തന്നെ വേറിട്ടവരാകണം. ഫരിസ്തയുടെ അടയാളമാണ് അവർ സർവർക്കും പ്രിയമായിരിക്കും. ആരെ കണ്ടാലും, ആരെ കണ്ടുമുട്ടിയാലും, ആരെല്ലാം സംബന്ധത്തിൽ വന്നാലും സമ്പർക്കത്തിൽ വന്നാലും ഇവർ എൻ്റേതാണ് എന്ന അനുഭവമുണ്ടാകും. ഏതുപോലെ ബാബയുടെ കാര്യത്തിൽ എൻ്റേതാണ് എന്ന് എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതേപോലെ ഫരിഷ്ത എന്നാൽ ഇവർ എൻ്റേതാണ് എന്ന് ഓരോരുത്തരും അനുഭവിക്കണം. തൻ്റേതാണെന്ന അനുഭവമുണ്ടാകണം. കാരണം ഭാരരഹിതം ആയിരിക്കുമ്പോൾ ഭാരരാഹിത്യം സർവർക്കും പ്രിയമാക്കി മാറ്റുന്നു. മുഴുവൻ ബ്രാഹ്മണ പരിവാരവും ഇവർ എൻ്റേതാണ് എന്ന അനുഭവം ചെയ്യണം. ഭാരിച്ച അവസ്ഥ ഉണ്ടാകരുത്. കാരണം ഫരിഷ്ത എന്നതിൻ്റെ അർത്ഥം തന്നെ ഡബിൾ ലൈറ്റ് എന്നാണ്. ഫരിഷ്ത എന്നാൽ സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ, സംബന്ധത്തിൽ, സമ്പർക്കത്തിൽ പരിധിയില്ലാത്തത് ആകണം, പരിധി ഉള്ളത് ആകരുത്. സർവരും തൻ്റേത്, ഞാൻ സർവരുടേതും. എവിടെ തൻ്റേത് എന്നത് കൂടുതൽ ഉണ്ടായിരിക്കുമോ അവിടെ ഭാരരാഹിത്യം ഉണ്ടായിരിക്കും. സംസ്കാരത്തിലും ഭാരരാഹിത്യം. അപ്പോൾ ചെക്ക് ചെയ്യൂ, എത്ര % ഫരിസ്ത സ്റ്റേജ് വരെ എത്തിച്ചേർന്നു? ചെക്ക് ചെയ്യുവാൻ അറിയാമോ? ചെക്കറും ആയിക്കഴിഞ്ഞു, മേക്കറും ആയിക്കഴിഞ്ഞു. ആശംസകൾ. ബാബ്ദാദയുടെ ശുഭ ആശ ഇതാണ്. ഇപ്പോൾ സമയത്തെ കണ്ടുകൊണ്ട്
ആരാണോ സ്വയം മഹാരഥിയായി മനസ്സിലാക്കുന്നത് അവരുടെ സ്റ്റേജ് 95% ആകേണ്ടതാണല്ലോ. ആരോ പറഞ്ഞു 98% ആകും. ആശംസകൾ. വായിൽ ഗുലാബ് ജാമുൻ കഴിക്കൂ. കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആവുക തന്നെ വേണം എന്ന് അറിയുന്നുമുണ്ട്. ആയിക്കൊള്ളും എന്നല്ല, ആകുക തന്നെ വേണം. ചെയ്യാം എന്ന് പറയരുത്. ആയിക്കൊള്ളും, നോക്കാം, ശ്രമിക്കാം. ഇപ്പോൾ ഈ ഭാഷ പരിവർത്തനപ്പെടുത്തൂ. എന്ത് സങ്കല്പിച്ചാലും ചെക്ക് ചെയ്യൂ. എത്ര % നിശ്ചയമുള്ളതും സഫലതാപൂർവവും ആയിരുന്നു? ഇപ്പോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് തീവ്രമാക്കൂ. ആദ്യം ചെക്ക് ചെയ്യൂ, പിന്നെ കർമ്മത്തിൽ വരൂ. എന്ത് സങ്കല്പം വന്നാലും, വാക്കിൽ എന്ത് വന്നാലും, സംബന്ധ സമ്പർക്കത്തിൽ എന്തുണ്ടായാലും എന്നത് പാടില്ല. അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്നത് പാടില്ല. ആരാണോ VIP അവരുടെ എത്രമാത്രം ചെക്കിംഗ് നടക്കുന്നു അറിയാമല്ലോ. ഓരോ വസ്തുവിൻ്റെയും ആദ്യം ചെക്കിംഗ് നടക്കുന്നു, പിന്നെ ചുവട് വയ്ക്കുന്നു. അതിനാൽ ഇപ്പോൾ 2 മണിക്കൂറെന്നോ 4 മണിക്കൂറിനോ ശേഷം ചെക്കിംഗ് നടക്കുകയില്ല. ആദ്യം ചെക്കിംഗ്, പിന്നെ ചുവട്. കാരണം ഇക്കാലത്തെ VIP ആരാണോ അത് ഒരു ജന്മത്തേക്കാണ്, അതും അല്പസമയത്തേക്കാണ്. താങ്കളാണെങ്കിൽ സൃഷ്ടി ഡ്രാമയുടെ ബ്രാഹ്മൺസോ ഫരിഷ്തയായവർ എത്ര തന്നെ VV എന്ന് ചേർത്തുകൊള്ളൂ. ഇത്രയുമാണ്. നോക്കൂ, താങ്കൾ തനിക്ക് മുൻപേ VV എന്ന് ചേർക്കൂ. താങ്കൾ തൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. ഏതൊന്നാണോ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ടുണ്ടല്ലോ. അത് പോകട്ടെ, ക്ഷേത്രം കണ്ടിട്ടില്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് എത്ര വാല്യൂ ആണുള്ളത്. എത്ര വലിയ വലിയ ക്ഷേത്രം നിർമ്മിക്കുന്നു. താങ്കളുടെ ചിത്രം ഏതൊന്നാണോ അത് 3 അടിയോളം വരുന്നു. താങ്കളുടെ വാല്യൂ എത്രമാത്രമാണ്? ജഡചിത്രങ്ങൾക്കും വാല്യൂ ഉണ്ടല്ലോ. താങ്കളുടെ ചിത്രത്തിൻ്റെ ദർശനം നടത്തുന്നതിനായി എത്ര ക്യൂ ഉണ്ടാകുന്നു. ചൈതന്യത്തിൽ എത്ര VIP ആണ്. അപ്പോൾ ചുവട് വയ്ക്കുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യൂ. ചെയ്തതിന് ശേഷമാണ് ചെക്ക് ചെയ്തതെങ്കിൽ ആ ചുവട് കടന്നുപോയി. ആ ചുവട് പിന്നെ താങ്കളുടെ കൈകളിൽ വരികയില്ല. അജ്ഞാന കാലത്തിലും പറയുന്നു, ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യൂ. കാര്യം ചെയ്ത ശേഷം ചിന്തിച്ചാൽ പോരാ. ആദ്യം ചിന്തിക്കൂ, പിന്നെ ചെയ്യൂ. അപ്പോൾ തൻ്റെ സ്വമാനത്തിൻ്റെ സീറ്റിലിരിക്കൂ. എത്രത്തോളം പൊസിഷനിൽ ഇരിക്കുന്നുവോ അപ്പോൾ ഒപ്പോസിഷൻ ഉണ്ടാവുക സാധ്യമല്ല. മായയുടെ ഒപ്പോസിഷൻ ഉണ്ടാകുന്നത് പൊസിഷനിൽ ഇരിക്കാത്തപ്പോഴാണ്. ഇപ്പോൾ ബാബ്ദാദയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സർവരുടെയും ലക്ഷ്യം സമ്പൂർണ്ണമാകുന്നതിൻ്റെതാണ്, സമ്പന്നം ആകുന്നതിൻ്റെതാണ്. ലക്ഷ്യമുണ്ടോ അതോ കുറച്ചൊക്കെ ആകുന്നതിൻ്റെതാണോ? ലക്ഷ്യമുണ്ടോ? എല്ലാവർക്കും ലക്ഷ്യമുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. സമ്പൂർണം ആകണമോ? നല്ലത്. എത്ര നാൾക്കുള്ളിൽ? താങ്കൾ ലോകരോട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? സ്റ്റുഡൻസിനോടും ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഇന്ന് ബാബ്ദാദ വിശേഷിച്ച് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു. 30 വർഷമായവരും ഇരിക്കുകയാണല്ലോ. അപ്പോൾ 30 വർഷമായവർ നാളെ തന്നെ പരസ്പരം ഇരുന്ന് പ്രോഗ്രാം ഉണ്ടാക്കേണ്ടതാണ്. മീറ്റിംഗ് വളരെയധികം നടത്തുന്നു. ബാബ്ദാദ കാണുന്നുണ്ട്. മീറ്റിംഗ് സീറ്റിംഗ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിംഗ് നടത്തൂ. അതായത് എത്ര നാൾക്കുള്ളിൽ സമ്പന്നമാകും. മറ്റെല്ലാ ഫംഗ്ഷനും ആഘോഷിക്കുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഇന്ന പ്രോഗ്രാം ഇന്ന ഡേറ്റിൽ എന്ന്. ഇതിൻ്റെ ഡേറ്റ് ഇല്ലേ? എത്ര വർഷം വേണം? അത്രയും പറയൂ. എന്തുകൊണ്ട്? ബാബ്ദാദ എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ബാബയോട് പ്രകൃതി ചോദിക്കുന്നു, എപ്പോഴാണ് വിനാശം ചെയ്യേണ്ടത്? അപ്പോൾ ബാബ്ദാദ എന്ത് ഉത്തരം നൽകട്ടെ? ബാബ്ദാദ
കുട്ടികളോട് തന്നെയായിരിക്കുമല്ലോ ചോദിക്കുക. എത്ര നാൾക്കുള്ളിൽ? ഇന്നത്തെ വിശേഷ ടോപ്പിക്കാണ് എത്ര നാൾക്കുള്ളിൽ. ഡബിൾ ഫോറിനേഴ്സ് ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഡബിൾ പുരുഷാർത്ഥം ഉണ്ടാകുമല്ലോ. അതിശയം ചെയ്യൂ. ഫോറിനേഴ്സ് എക്സാമ്പിൾ ആകൂ. ബ്രാഹ്മണ പരിവാരത്തിന് മുന്നിലും വിശ്വത്തിൻ്റെ മുന്നിലും സമ്പന്നവും സമ്പൂർണവും സർവശക്തികളും സർവഗുണങ്ങളും കൊണ്ട് സമ്പന്നം എന്നാൽ സമ്പൂർണം, സർവ്വതും ഉണ്ടായിരിക്കണം. മനസ്സ വാച സംബന്ധം സമ്പർക്കം. നാലിലും അഥവാ നാലിൽ ഒന്നിലെങ്കിലും ദൗർബല്യം അവശേഷിച്ചുവെങ്കിൽ സമ്പന്നം എന്ന് പറയില്ല. 4 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. മനസ്സ വാച സംബന്ധ സമ്പർക്കം എന്നതിൽ കർമ്മം ഉൾപ്പെടുന്നു. 4 കാര്യങ്ങളിലും മനസ്സായാലും വാചായാലും നമ്മൾ ശരിയായിരിക്കുന്നു. സംബന്ധ സമ്പർക്കത്തിൽ അല്പമുണ്ട് എന്നത് പാടില്ല. കേൾപ്പിച്ചുവല്ലോ. ആരുടെ മുന്നിൽ പോയാലും ആരുടെ സമ്പർക്കത്തിൽ പോയാലും ഇവർ എൻ്റേതാണ് എന്നവർ അനുഭവിക്കണം. എൻ്റേതിൻ്റെ മേൽ അവകാശം ഉണ്ടായിരിക്കുമല്ലോ. മറ്റുള്ളവരുടേതിൻ്റെ മേൽ ഇത്രയും ഭാരരാഹിത്യം ഉണ്ടായിരിക്കില്ല. അല്പം ഭാരമുള്ളതായിരിക്കും. എന്നാൽ തൻ്റേതിൻ്റെ മേൽ ഭാരരാഹിത്യം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനോടും ഭാരരഹിതം. കേവലം തൻ്റെ സോണിൽ ഭാരരഹിതം അല്ല, തൻ്റെ സെൻറ്ററിൽ ഭാരരഹിതം അല്ല എന്നത് പോരാ, പാടില്ല. അഥവാ സോണിലാണ് ഭാരരഹിതം അല്ലെങ്കിൽ സെൻറ്ററിലാണ് ഭാരരഹിതമെങ്കിൽ വിശ്വരാജാവ് എങ്ങനെയാകും? വിശ്വമംഗളകാരിയാകാൻ സാധിക്കില്ല. വിശ്വരാജാവാകാൻ സാധിക്കില്ല. രാജാവ് എന്നതിൻ്റെ അർത്ഥം സിംഹാസനത്തിൽ ഇരിക്കുക എന്നതല്ല. രാജധാനിയിൽ റോയൽ ഫാമിലിയിലും രാജ്യത്തിൻ്റെ രാജ്യാധികാരമുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? എത്ര നാൾക്കുള്ളിൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുമല്ലോ. മീറ്റിംഗ് ചെയ്യുമോ? മീറ്റിംഗ് നടത്തി ഫൈനൽ ഉണ്ടാക്കണം. ശരിയാണോ? ശരി. എല്ലാവരും തൃപ്തികരമാണോ? ചെയ്യുക തന്നെ വേണം, നടക്കുക തന്നെ വേണം എന്ന് ഉന്മേഷം വരുന്നുണ്ടോ? ബാബ്ദാദ ഉന്മേഷവും ഉത്സാഹവും വരുത്തുന്നു. ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമാണ് എന്ന് മായ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. കാരണം ഇപ്പോൾ അതിൻ്റെയും അന്തിമകാലം സമീപത്താണല്ലോ. അപ്പോൾ അത് തൻ്റെ ഏതെല്ലാം അസ്ത്രശസ്ത്രങ്ങളുണ്ടോ അത് യൂസ് ചെയ്യുന്നു. ഈ വിധം പാലനയും ചെയ്യുന്നു. ഇത് മായയുടെ പാലനയാണ്. മായയുടെ മതമാണോ അതോ ബാബയുടെ മതമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതിൽ മിക്സ് ചെയ്യുന്നു. ഈ ഫരിസ്താസ്ഥിതിയിൽ അല്ലെങ്കിൽ പുരുഷാർത്ഥത്തിൽ വിശേഷിച്ച് ഏതൊരു തടസ്സമാണോ വരുന്നത്, അതിന് 2 വാക്കുകളാണുള്ളത്. അത് കോമൺ വാക്കുകളാണ്, പ്രയാസവുമല്ല. എല്ലാവരും അനേകം തവണ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതെന്താണ്? ഞാൻ, എൻ്റേത്. ഈ ഞാൻ എന്നതും എൻ്റേത് എന്നതും പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള വളരെ സഹജമായ വിധി ബാബ്ദാദ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നോക്കൂ, ഏത് സമയത്താണോ താങ്കൾ ഞാൻ എന്ന വാക്ക് പറയുന്നത്, ആ സമയത്ത് ഞാൻ ആത്മാവാണ് എന്നത് മുന്നിൽ വരണം. ഞാൻ എന്ന ശബ്ദം പറയുമ്പോൾ മുന്നിൽ ആത്മാവിൻ്റെ രൂപം കൊണ്ടുവരൂ. ഞാൻ എന്ന വാക്ക് പറയരുത്, ഞാൻ ആത്മാവ്. ഇത് നാച്ചുറൽ സ്മൃതിയിൽ കൊണ്ടുവരൂ. ഞാൻ എന്ന വാക്കിന് പിന്നാലെ ആത്മാവിനെ ചേർക്കൂ. ഞാൻ ആത്മാവ്. എപ്പോഴാണോ എൻ്റേത് എന്ന വാക്ക് പറയുന്നത്, അപ്പോൾ ആദ്യം പറയൂ എൻ്റെ ബാബ, എൻ്റെ കർച്ചീഫ്, എൻ്റെ സാരി, എൻ്റെ ഇന്നത്. എന്നാൽ ആദ്യം എൻ്റെ ബാബ. എൻ്റെ എന്ന വാക്ക് പറഞ്ഞു, ബാബ മുന്നിൽ വന്നു. ഞാൻ എന്ന വാക്ക് പറഞ്ഞു, ആത്മാവ് മുന്നിൽ വന്നു. ഇത് നേച്ചറും നാച്ചുറലുമാക്കൂ. സഹജമാണല്ലോ അതോ പ്രയാസമാണോ? ഞാൻ ആത്മാവാണ് എന്നത് അറിയുന്നുണ്ട്. കേവലം ആ സമയത്ത് അംഗീകരിക്കുന്നില്ല. അറിയുന്നതിൽ 100% ആണ്, അംഗീകരിക്കുന്നത് പെർസെൻറ്റേജിലാണ്. ബോഡി കോൺഷ്യസ്നസ് നാച്ചുറലായി എന്നിരിക്കെ
ഞാൻ ബോഡി അഥവാ ശരീരമാണ് എന്ന് ഓർമ്മിക്കേണ്ടി വരുന്നുണ്ടോ? നാച്ചുറൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ന വാക്ക് വായിൽ വരുന്നതിന് മുമ്പേ സങ്കല്പത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ സങ്കല്പത്തിൽ പോലും ഞാൻ എന്ന വാക്ക് വരുമ്പോൾ ഉടൻ ആത്മസ്വരൂപം മുന്നിൽ വരണം. ഈ അഭ്യാസം ചെയ്യുന്നത് സഹജമല്ലേ? കേവലം ഞാൻ എന്ന വാക്ക് പറയരുത്, കൂടെ ആത്മാവ് എന്ന് പറയണം. ഉറച്ചതാകും. ഏതുപോലെ ശരീരത്തിൻ്റെ പേര് ഉറപ്പുള്ളതാണല്ലോ. മറ്റാരെങ്കിലും വിളിച്ചാൽ താങ്കൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആത്മാവാണ്. ആത്മാവിൻ്റെ ലോകം ബാബ്ദാദ. ആത്മാവിൻ്റെ സംസ്കാരം ബ്രാഹ്മൺ സോ ഫരിഷ്ത, ഫരിഷ്ത സോ ദേവത. അപ്പോൾ എന്തു ചെയ്യും? ഈ മനസ്സിൻ്റെ ഡ്രിൽ ചെയ്യണം. ഇക്കാലത്ത് ഡോക്ടേഴ്സും പറയുന്നു ഡ്രിൽ ചെയ്യൂ, ഡ്രിൽ ചെയ്യൂ, എക്സസൈസ് ചെയ്യൂ. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യൂ. ഞാൻ ആത്മാവ്, എൻ്റെ ബാബ. കാരണം സമയത്തിൻ്റെ ഗതിയെ ഡ്രാമ അനുസരിച്ച് സ്ലോ ആക്കേണ്ടി വരുന്നു. ക്രിയേറ്ററിനാണ് തീവ്രമാകേണ്ടത്, ക്രിയേഷൻ അല്ല. എന്നാൽ നിലവിൽ സമയം തീവ്രമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി എവർ റെഡിയാണ്, കേവലം ഓർഡറിന് വേണ്ടി തടയപ്പെട്ടിരിക്കുകയാണ്. ഡ്രാമയുടെ സമയം തന്നെയാണല്ലോ ഓർഡർ ചെയ്യുക. സ്ഥാപനയ്ക്കുള്ളവർ അഥവാ എവർ റെഡി ആയില്ലെങ്കിൽ വിനാശത്തിന് ശേഷം പ്രളയം ഉണ്ടാകുമോ? പ്രളയം ഉണ്ടാകണമോ അതോ വിനാശത്തിന് ശേഷം സ്ഥാപന തന്നെയാണോ ഉണ്ടാകേണ്ടത്? സ്ഥാപനയ്ക്ക് നിമിത്തമായവർ ഇപ്പോൾ സമയമനുസരിച്ച് എവർ റെഡി ആകേണ്ടത് ആവശ്യമാണ്. ബാബ്ദാദ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ബ്രഹ്മ ബാബ അർജുനൻ ആയല്ലോ, എക്സാമ്പിൾ ആയല്ലോ. ഇതേപോലെ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുന്നവർ ആരാണാകുന്നത്? സ്വയവും നോക്കൂ, സമയത്തെയും നോക്കൂ. ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, വർത്തമാന സമയത്ത് നിങ്ങളെല്ലാ ബ്രാഹ്മൺസോ ഫരിഷ്ത ആത്മാക്കളും നിമിത്തഭാവവും വിനയഭാവവും ഈ രണ്ട് വാക്കുകളെയും അണ്ടർലൈൻ ചെയ്യണം. ഇതിൽ ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ ഞാനെന്ന ഭാവം ഇല്ലാതാകും, എൻ്റേതെന്ന ഭാവവും ഇല്ലാതാകും. നിമിത്തമാണ് വിനയ സ്വഭാവം. എത്രത്തോളം വിനയമുള്ളവരായിരിക്കുമോ അത്രയും മാന്യത ലഭിക്കുന്നു. കാരണം ആര് വിനയമുള്ളവരാണോ അവർ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറുന്നു. പ്രിയപ്പെട്ടവരായി മാറുമ്പോൾ മാന്യത ഓട്ടോമാറ്റിക്കലി ലഭിക്കും. അപ്പോൾ നിമിത്തവും വിനയഭാവവും ഭാവനയും ശുഭഭാവന. ഭാവവും ഭാവനയും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിമിത്തവും വിനയഭാവവും ഭാവനയും ഓരോരുത്തരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും എങ്ങനെയും ആയിക്കൊള്ളട്ടെ, താങ്കളുടെ നിമിത്തഭാവവും വിനയഭാവവും ശുഭഭാവനയും വായുമണ്ഡലത്തെ ഇങ്ങനെയാക്കി മാറ്റും. അതിലൂടെ മുന്നിലുള്ള ആത്മാവും വൈബ്രേഷനിലൂടെ പരിവർത്തനപ്പെടും. പല കുട്ടികളും ആത്മീയ സംഭാഷണം നടത്താറുണ്ടല്ലോ. അപ്പോൾ പറയുന്നു, നമ്മൾ 1 മാസമായി ശുഭഭാവന വച്ചു, അവർ മാറുന്നതേയില്ല. പിന്നെ ക്ഷീണിച്ചു പോകുന്നു, നിരാശമായി പോകുന്നു. ഇപ്പോൾ ആ വിചാരത്തിൻ്റെ വൃത്തി അഥവാ ദൃഷ്ടി കല്ലുപോലെയാണ്. അതിൽ അല്പം സമയമെടുക്കുമല്ലോ. ശരി, അവർ മാറുന്നില്ല എന്ന് വിചാരിക്കൂ. താങ്കൾ സ്വയം തന്നെ ശരിയാക്കി വയ്ക്കൂ. താങ്കൾ തൻ്റെ പൊസിഷനിലിരിക്കൂ. താങ്കൾ എന്തിന് നിരാശമാകുന്നു? നിരാശമാകരുത്. ശരി, അവർ മാറുന്നില്ലെങ്കിൽ ഞാൻ അതിനോടൊപ്പം മാറിപ്പോകരുത്. അഥവാ താങ്കൾ നിരാശമായെങ്കിൽ അവർ പവർഫുള്ളായി, അവർ താങ്കളെ മാറ്റി. താങ്കൾ തൻ്റെ സ്വമാനത്തിൻ്റെ സീറ്റ് എന്തിന് ഉപേക്ഷിക്കുന്നു? വേസ്റ്റ് തോട്ട്സും ഉയരാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു. വേസ്റ്റ് തോട്ട്സിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്തു. ആ വാതിൽ അടയുന്നത് വളരെ പ്രയാസമാണ്. അതിനാൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കരുത്. മേഴ്സിഫുള്ളായി വൈബ്രേഷൻ നൽകിക്കൊണ്ടിരിക്കൂ.
താങ്കൾ തൻ്റെ സീറ്റ് ഉപേക്ഷിച്ച് എന്തിനു നിരാശമാകുന്നു? ഓർമ്മ വച്ചുവല്ലോ, പൊസിഷനിൽ നിന്നും താഴെ വരാതിരിക്കൂ. പിന്നെ വളരെയധികം ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. വ്യക്തികൾക്കിടയിൽ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. സ്വഭാവ സംസ്കാരത്തിൽ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. വിചാരങ്ങളിൽ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. അതിനാൽ പൊസിഷനിൽ ഇരിക്കൂ. അപ്പോൾ നാളെ എന്തു ചെയ്യും? ഓർമ്മയുണ്ടോ? ബാബ്ദാദയ്ക്ക് സ്നേഹമുണ്ടല്ലോ. ബാബ്ദാദ മനസ്സിലാക്കുന്നു, എല്ലാവരും ബ്രഹ്മ ബാബയ്ക്ക് സമാനമായി മാറട്ടെ. ബാബയുടെ മുന്നിൽ ഓപ്പോസിഷൻ വന്നില്ലേ? ബ്രഹ്മ ബാബയുടെ മുന്നിൽ ഓപ്പോസിഷൻ ഉണ്ടായില്ലേ? മായയുടേതും ഉണ്ടായി, ആത്മാക്കളുടേതും ഉണ്ടായി, പ്രകൃതിയുടേതും ഉണ്ടായി. എന്നാൽ ബ്രഹ്മ ബാബ പൊസിഷൻ ഉപേക്ഷിച്ചുവോ? ഉപേക്ഷിച്ചില്ലല്ലോ. അപ്പോഴാണല്ലോ ഫരിസ്തയായത്. അതിനാൽ ഇപ്പോൾ സ്വയം തന്നെ ഫരിസ്തയായി മനസ്സിലാക്കി നടക്കൂ. ഞാൻ ഫരിസ്തയാണ്. എന്നാൽ പരസ്പരവും ഫരിസ്ത രൂപത്തിൽ നോക്കൂ. എല്ലാവരും ഫരിസ്തയാണ്. എനിക്ക് പഴയ ലോകവുമായി ബന്ധമില്ല, പഴയ സംസ്കാരങ്ങളുമായി ബന്ധമില്ല, ഈ ബ്രാഹ്മണരുമായും ഇല്ല. ഇത്രമാത്രം, സമാപ്തമായി. ഇവരും ഫരിസ്ത, ഈ ഒന്നും ഫരിസ്ത. ആ ദൃഷ്ടിയോടെ നോക്കൂ. വായുമണ്ഡലം വ്യാപിപ്പിക്കൂ. ശരി. ഇപ്പോൾ 1 മിനിറ്റ് ഈ വിധം പവർഫുള്ളും സർവശക്തി സമ്പന്നവുമായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് കിരണങ്ങൾ നൽകൂ. അതിലൂടെ 4 ഭാഗത്തും താങ്കളുടെ ശക്തികളുടെ വൈബ്രേഷൻ വിശ്വത്തിൽ വ്യാപിക്കട്ടെ. ഡെഡ് സൈലൻസ്. ശരി. 4 ഭാഗത്തുമുള്ള ബ്രാഹ്മൺസോ ഫരിസ്തകളായ കുട്ടികൾക്ക് സദാ സ്വദർശനത്തിലൂടെ സ്വയം തന്നെ ചെക്കും ചേഞ്ചും ചെയ്യുന്നവർക്ക്, ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ആജ്ഞാകാരി കുട്ടികൾക്ക്, സദാ ഡബിൾ ലൈറ്റായി സേവനവും പുരുഷാർത്ഥവും ചെയ്യുന്ന ഫരിസ്തകളായ ആത്മാക്കൾക്ക്, സദാ തൻ്റെ പൊസിഷൻ്റെ സീറ്റിൽ സെറ്റായി ഓപ്പോസിഷനെ സമാപ്തമാക്കുന്ന മാസ്റ്റർ സർവശക്തിവാന്മാരായ കുട്ടികൾക്ക്, സംഗമയുഗത്തിൻ്റെ പ്രത്യക്ഷ ഫലം അനുഭവിക്കുന്ന ബാബയുടെ സമീപമുള്ള കുട്ടികൾക്ക്, ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. പ്രത്യക്ഷതയുടെ സമയത്തെ സമീപം കൊണ്ടുവരുന്ന സദാ ശുഭചിന്തകരും സ്വചിന്തകരുമായി ഭവിക്കട്ടെ. സേവനത്തിൽ സഫലതയുടെ ആധാരമാണ് ശുഭചിന്തക വൃത്തി. കാരണം താങ്കളുടെ ഈ വൃത്തി ആത്മാക്കളുടെ ഗ്രഹണശക്തിയും ജിജ്ഞാസയും വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ വാണിയുടെ സേവനം സഹജമായി സഫലമാകുന്നു. സ്വയം തന്നെ പ്രതി സ്വചിന്തനം ചെയ്യുന്ന സ്വചിന്തക ആത്മാവ് സദാ മായാപ്രൂഫും ഏതെങ്കിലും ദൗർബല്യങ്ങളെ ഗ്രഹിക്കുന്നതിൽ നിന്നും വ്യക്തിയുടെയോ വൈഭവങ്ങളുടെയോ ആകർഷണത്തിൽ നിന്നും പ്രൂഫ് ആകുന്നു. എപ്പോഴാണോ ഈ 2 വരദാനവും പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, അപ്പോൾ പ്രത്യക്ഷതയുടെ സമയം സമീപം വരും. സ്ലോഗൻ. തൻ്റെ സങ്കല്പങ്ങളെയും അർപ്പിക്കൂ. എങ്കിൽ സർവ ദൗർബല്യങ്ങളും സ്വതവേ അകന്നുപോകും. അവ്യക്ത സൂചന. ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. പരമാത്മാ സ്നേഹം അനുഭവിക്കുന്നതിനായി അന്തർമുഖിയായി ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹി അഥവാ ആത്മീയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. സദാ അന്തർമുഖതയുടെ ഗുഹയിലിരിക്കൂ. അപ്പോൾ പഴയ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഉപരിയായിക്കൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തിൽ വരികയില്ല. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ
ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.